അല്ല സെൻറ് തോമസ് കോളേജ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് വിവിധ കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ലൂമിനാരിയ മെഗാ എക്സിബിഷൻ്റെ ഒരു മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ സെക്ഷനാണ് സംഖ്യ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പൈ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സും ബയോസ്റ്റാറ്റിസ്റ്റിക്സും ഇത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന 3 വിഷയങ്ങളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പഠിച്ചിറങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ട്. ISS, IAS തുടങ്ങിയ ഉന്നത തലങ്ങളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുണ്ട്. ISS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, IASന് തത്തുല്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾക്കുള്ള ഒരു മേഖല തന്നെയാണിത്. ഇക്കണോമിക്സ് സർവീസിലുമൊക്കെ ധാരാളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് പറയുമായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂണിവേഴ്സൽ സബ്ജക്റ്റാണെന്ന്. അതായത് എല്ലാ മേഖലകളിലും ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നും. നമ്മുടെ വീടുകളിൽ നമ്മുടെ ചോറ് വെന്തോ എന്ന് നോക്കുന്നത് പോലും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സാമ്പിളിംഗ് എന്ന് ഞങ്ങൾ പറയും അതിനെ. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള 3 വിഷയങ്ങളുടെ ഒരു സംഗമവേദിയാണ് ഈ സംഖ്യ എന്ന പേരിൽ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളും അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ മെഗാ എക്സിബിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഗണിതശാസ്ത്രത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള കോനിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം അഥവാ 7 ബ്രിഡ്ജസ് പ്രോബ്ലം എന്നുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ എന്നോട് എക്സിബിഷൻ ഹാളിലേക്ക് ഒരു മെയിൻ അട്രാക്ഷനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് റഷ്യയിലെ കോനിങ്സ്ബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ പ്രഗൽ എന്ന് പറയുന്ന ഒരു റിവർ, ആ റിവറിൽ അതിൽ 4 ലാൻഡ് ഏരിയകളും, ആ ലാൻഡ് ഏരിയകളെ ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന 4 ലാൻഡ് ഏരിയകളും അവരെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 7 പാലങ്ങളും അടങ്ങുന്ന ഒരു പട്ടണത്തിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് 15-ാം നൂറ്റാണ്ട് മുതൽ റഷ്യയിൽ പ്രചാരത്തിലിരുന്ന ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലാൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബിയിൽ നിൽക്കുന്നു. ഒരു ലാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബ്രിഡ്ജിലൂടെയും ഒരു തവണ മാത്രം കടന്ന് തുടങ്ങിയ ലാൻഡിൽ തന്നെ തിരിച്ചു വരിക. നമ്മളിപ്പം ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു ബ്രിഡ്ജിൽ കടന്നു, A എന്ന് പറയുന്ന ലാൻഡിൽ എത്തിച്ചേർന്നു, വീണ്ടും ഈ ബ്രിഡ്ജിലൂടെ അകത്ത് കയറുന്നു, അങ്ങനെ അടുത്ത ബ്രിഡ്ജിലൂടെ പോയി D എന്ന് ഈ ലാൻഡിലെത്തുന്നു. അങ്ങനെ ഓരോ പാലത്തിലൂടെ കടന്ന് നമ്മൾ തുടങ്ങിയ ലാൻഡ് എവിടെയാണോ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. അത് ഏത് രീതിയിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്താലാണ് തുടങ്ങിയ ലാൻഡിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നത്. ഈ പ്രോബ്ലമാണ് 7 ബ്രിഡ്ജസ് പ്രോബ്ലം എന്നറിയപ്പെടുന്നത്. ഏകദേശം 300ഓളം വർഷം ഇത് അൺസോൾവ്ഡ് പ്രോബ്ലമായിട്ട് നിലനിന്നു. അങ്ങനെ ഇരിക്കെ സ്വിസ് മതമാരിഷ്ണനായ ലിയോനാർഡോ ഓയിലറുടെ ശ്രദ്ധയിൽ ഈ പ്രോബ്ലം പെടുന്നു. അദ്ദേഹം ഈ പ്രോബ്ലത്തെ അനലൈസ് ചെയ്തു. അദ്ദേഹം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ആ സൊല്യൂഷൻ വിചിത്രമെന്ന് പറയട്ടെ, എല്ലാവരും ഇതിൻ്റെ സൊല്യൂഷന് വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഈ പ്രോബ്ലം അൺസോൾവ്ഡ് പ്രോബ്ലമാണെന്നാണ് കണ്ടെത്തിയത്. അത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കാരണം വളരെ ലളിതമാണ്. ഉദാഹരണത്തിന് D എന്ന് പറയുന്ന ഈ ലാൻഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു ബ്രിഡ്ജിൽ കയറി ഞാൻ പുറത്തേക്ക് പോകുന്നു, മറ്റൊരു ബ്രിഡ്ജിലൂടെ അകത്തേക്ക് വരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത് ഈവനാണ്. വീണ്ടും ഞാൻ മറ്റൊരു ബ്രിഡ്ജിലൂടെ പുറത്തേക്ക് പോയാൽ ഈ ലാൻഡിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു ബ്രിഡ്ജും കൂടി ഇവിടെ വേണം എന്ന് പറഞ്ഞാൽ ഓയിലർ വിശദീകരിച്ചു, ഏതൊരു ലാൻഡിലും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ ലാൻഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ലാൻഡ് എയിൽ ഇതൊരു ഓഡ് നമ്പറാണ്, 3 നമ്പർ ഓഫ് ബ്രിഡ്ജസ് ഇസ് ഈക്വൽ ടു 3, അതൊരു ഓഡ് നമ്പറാണ്. ലാൻഡ് ബിയിൽ നമ്പർ ഓഫ് ബ്രിഡ്ജസ് ഇസ് ഈക്വൽ ടു 5, ലാൻഡ് സിയിൽ നമ്പർ ഓഫ് ബ്രിഡ്ജസ് ഇസ് ഈക്വൽ ടു 3, ലാൻഡ് ഡിയിൽ നമ്പർ ഓഫ് ബ്രിഡ്ജസ് ഇസ് ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ലാൻഡിലും, ഏതെങ്കിലും ഒരു ലാൻഡിൽ ഈവൻ വന്നാൽ പോലും ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണമെങ്കിൽ എല്ലാ ലാൻഡിലും ഈവൻ നമ്പർ ഓഫ് ബ്രിഡ്ജസ് വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫുകൾക്ക് ഓയിലേറിയൻ ഗ്രാഫ് എന്നൊരു പേരിട്ട് വിളിച്ചു. അങ്ങനെ ഗണിതശാസ്ത്രത്തിൽ പുതിയതായിട്ടൊരു സബ്ജക്റ്റ് തന്നെ രൂപമെടുത്തു. അത് ഒന്നല്ല, വേണമെങ്കിൽ നമുക്ക് പറയാം 2 സബ്ജക്റ്റ് രൂപമെടുത്തു എന്ന് പറയാം. ഒരു സബ്ജക്റ്റ് ഗ്രാഫ് തിയറി, രണ്ടാമത്തെ ടോപ്പോളജി. അത് രണ്ടും ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും ആപ്ലിക്കേഷൻസ് ഉള്ള
ഒരെണ്ണം പ്യുവർ മാത്തമാറ്റിക്സിലും മറ്റൊരു അപ്ലൈഡ് മാത്തമാറ്റിക്സിലും ഏറ്റവും അധികം ആപ്ലിക്കേഷൻസ് ഉള്ള മെയിനായിട്ടുള്ള 2 സബ്ജക്റ്റുകളാണത്. അപ്പോൾ ഇത് നമ്മൾ എക്സിബിഷൻ ഹാളിലേക്ക് നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ നിന്ന് ഒരു ഗണിതശാസ്ത്രത്തിലേക്കുള്ള എങ്ങനെയാണ് ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പുതിയ മാത്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സൂചന, അവർക്കൊരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എക്സിബിഷൻ ഹാൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. താങ്ക് യു. ഇതൊരു ഓട്ടോമാറ്റിക് ജോമെട്രിക് സർക്കിൾ മെഷീനാണ്. കൺവെൻഷനലായിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുന്നതിന് പകരം സ്പൈറൽ ഫോമിലുള്ള കുറേ ഷേപ്പുകൾ ജോയിൻ ചെയ്തൊരു സർക്കിൾ പോലെയാണ്. ഇതിപ്പോൾ വരച്ച് ആദ്യമേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മൂവിങ് പാർട്സായിട്ട് ആകെ ആ 2 സ്റ്റിക്കും പിന്നെ ആ പെൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമാണ്. അതിൻ്റെ കൂടെ ഈ സർക്കിൾ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഷേപ്പ് വരുന്നത്. അത് മാത്രം മൂവ് ചെയ്യാൻ ഷേപ്പ് വരത്തില്ല. ഇതൊരു ട്രിഗ്നോമെട്രിക് പാർക്കിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ a² + b² = c² എന്നാണ്. അപ്പോൾ ഈ വശം ബിയുടെ വാല്യൂ എടുത്തു കഴിയുമ്പോൾ നമ്മൾ b² എന്ന് പറഞ്ഞാൽ 4² 16 എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. എയുടെ വാല്യൂ എടുത്തു കഴിയുമ്പോൾ 3² എന്ന് പറയുന്നത് 9 ആണ്. സി ഏറ്റവും വലിയതിൻ്റെ വാല്യൂ എടുത്തു കഴിയുമ്പോൾ 5² 25. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ എഴുതിയാക്കുന്നത്. 25 എന്ന് പറയുന്നത്. ഇത് ഓരോ സൈൻ തീറ്റ കോസ് തീറ്റ ഇതിന് 0 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലുമുള്ള വാല്യൂസ് പറഞ്ഞു തരുന്നതാണ്. ഇത് കോട്ട് തീറ്റ 0ൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അങ്ങനെ ഇത് തിരിച്ചു കഴിയുമ്പം ഇതിൻ്റെ ഓരോത്തിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഈ സീസോ വഴി നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലവേഷനുമാണ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. ഇതിലൂടെ നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും റെസിപ്രോക്കലുകളുടെ വാല്യൂ ആണ് എടുക്കുന്നത്. ഇതും ട്രിഗ്നോമെട്രിക് ഫോർമുലയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ട്രിഗ്നോമെട്രിക്കൽ ഫോർമുലകളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ സൈൻ തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കോസ് തീറ്റ ടാൻ തീറ്റ കൊസീക് തീറ്റ സീക് തീറ്റ ടാൻ കോട്ട് തീറ്റ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് കോസ് തീറ്റയിലും സൈൻ തീറ്റയിലും ഒക്കെ ട്രയാങ്കിളിൻ്റെ വാല്യൂ പോകുന്നതിനെ ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ജോമെട്രിക് പാർക്കാണ്. ജോമെട്രിക് ഷേപ്സുകൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർക്കാണ്. സ്റ്റാർ, റെക്റ്റാങ്കിൾ, പെൻറ്റഗൺ, സ്ക്വയർ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഷേപ്സ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാർക്കാണ്. കുട്ടികൾക്ക് ജോമെട്രിക് ഷേപ്സിനെ കുറിച്ച് ഒരു ധാരണ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പാർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സർക്കിള്, സിലിണ്ടർ അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ കൊടുക്കാനായിട്ട് ഈ ജോമെട്രിക് പാർക്കിനോട് ഓരോ ഷേപ്പുകളുടെ പ്രത്യേകതകൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെൻറ്റഗൺ ഇപ്പോൾ 5 ഷേപ്പുള്ള സാധനമാണ് പെൻറ്റഗൺ. അപ്പോൾ അതിനെപ്പറ്റിയും സ്ക്വയർ അങ്ങനെ കുട്ടികളിൽ കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഷേപ്സിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കാൻ. ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓയിലേഴ്സ് പോളിഹെഡ്രോൺ ഫോർമുലയാണ്. അത് കണ്ടുപിടിച്ചത് ഒരു മാത്തമാറ്റീഷ്യനാണ്. ലിയോൺഹാർഡ് ഓയിലർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് ഈ ഒരു ഫോർമുല കണ്ടുപിടിച്ചത്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഫിഗർ ഇതിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫേസ് പ്ലസ് വെർട്ടെക്സ് മൈനസ് എഡ്ജ് നമുക്ക് 2 കിട്ടും. ഈ ഒരു ക്യൂബ് എടുത്താലും നമുക്ക് ഈ ഒരു 2 എന്ന് പറയുന്ന നമ്പർ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യലാത്ത ഏക ഫിഗർ ഇത് മാത്രമാണ്. ഫിഗർ മാത്രം നമുക്ക് ഈ ഒരു കറക്റ്റ് ഫോർമുല നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. കാരണം റീസൺ ഇതിൽ നമുക്കൊരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹോൾ ഉള്ളതിനാൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഫേസസോ വെർട്ടെക്സോ അഥവാ എഡ്ജോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു 2 എന്ന് പറയുന്ന നമ്പർ ഇതിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ബാക്കി ഇരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സും ഈ ഒരു ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇത് ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള ഐലൻഡാണ്. അപ്പോൾ ഈ ഐലൻഡിൽ ഒരു സർഫർ ജീവിക്കുന്നുണ്ട്. അപ്പം ആ സർഫറിന് ഒരു ഹട്ട് ഈ ഐലൻഡിൽ കെട്ടണം. പക്ഷേ ആ ഹട്ടിൻ്റെ സ്ഥാനം ആ ഹട്ടിരിക്കുന്നിടത്തു നിന്നും 3 സൈഡിലോട്ടും, അതായത് 3 ഷോറിലോട്ടും
ഉള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് ലീസ്റ്റ് ആയിരിക്കണം. അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിൻറ്റ് ടു ഈച്ച് ഷോറാണ് ആ പോയിൻറ്റിലാണ് ഹട്ട് കെട്ടേണ്ടത്. അപ്പം ഇതൊരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് BH ആണ്. ബേസിൻ്റെ ലെങ്ത് 3ൻ്റെയും ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ സെയിം ആയിരിക്കും. അപ്പം D1 + D2 + D3 അറ്റ് എനി പോയിൻ്റ് ഓഫ് ദ പോയിൻ്റ് ഇൻ ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലെ ഏത് പോയിൻറ്റിൽ ഹട്ട് കെട്ടിയാലും അതിൽ നിന്നും പെർപെൻഡിക്കുലർ 3 സൈഡിലോട്ട് വരയ്ക്കുമ്പം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ വീൽ പാരഡോക്സ് ആണ്. അതായത് കോൺസെൻട്രിക് ആയിട്ടുള്ള 2 സർക്കിൾസ്, ആ 2 സർക്കിൾസിൻ്റെയും സർക്കംഫറൻസ് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു പാരഡോക്സ് ആണിത്. അപ്പോൾ ഈ സർക്കിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ സെയിം ലെങ്തിൽ 2 സർക്കിളും സെയിം ലെങ്തുള്ള ഈ 2 ടോയിലിൻ്റെ സെയിം ലെങ്തിൽ സർക്കിൾ 2 വന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്കംഫറൻസ് സെയിം ആണെന്ന് പറയാൻ പറ്റും. 2 ലെങ്ത് സെയിം ആയതുകൊണ്ട് 2 സർക്കിളിൻ്റെ സർക്കംഫറൻസ് സെയിം ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ 2 സർക്കിളിൻ്റെ റേഡിയസ് വ്യത്യാസമുണ്ട്. അപ്പം ഇതെന്ന് പറയണത് ഈ വലിയ സർക്കിൾ ഈ ചെറിയ സർക്കിളിനെ സ്കിഡ് ആക്കുന്നുണ്ട്. ഈ സ്കിഡ് ആക്കുന്നതുകൊണ്ടാണ് ഈ പാരഡോക്സ് ഉണ്ടാകുന്നത്. ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സൈനിൻ്റെയും കോസിൻ്റെയും ഗ്രാഫുകളാണ്. 2 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണിത്. ഇതിൽ ഈ പച്ച കളർ കാണുന്നതാണ് സൈനിൻ്റെ ഗ്രാഫ്. അതായത് സൈൻ 0 ആണ്, സൈൻ π/2 1 ആണ്. അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചുമല കളറ് കാണിച്ചിരിക്കുന്നതാണ് കോസിൻ്റെ ഗ്രാഫ്. അപ്പോൾ ആ ഗ്രാഫിൽ നമുക്ക് കാണാം കോസ് 0-ൽ 1 ആണ്, കോസ് π/2-ൽ 0 ആണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ പഠിക്കുന്ന ഒരു തിയറമാണ് പൈത്തഗോറസ് തിയറം. അത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറും അതിൻ്റെ ബാക്കി 2 സൈഡുകളും, അതായത് ബേസും പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റും, അതിൻ്റെ 2ൻ്റെയും സ്ക്വയറുകളുടെ സമ്മും പിന്നെ ആദ്യം പറഞ്ഞ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറും അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പൈത്തഗോറസ് തിയറം പറയുന്നത്. സോ ഞങ്ങളിവിടെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ വെച്ച് ആ ഒരു തിയറം പ്രൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. സോ നിങ്ങളിവിടെ ചെയ്യുന്നത് ഇപ്പം ഈ മോഡൽ ഉപയോഗിച്ച് പല ഹൈറ്റിലും ഈ ഒരു തിയറം കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ തിയറം കറക്റ്റാണോ എന്ന് പ്രൂവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മോഡലാണിത്. പല ഹൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് മോഡലാണ്. പല ആൾജിബ്രായിക് ഫോർമുലാസും കണ്ട് മനസ്സിലാക്കാനായിട്ട് ഉണ്ടാക്കിയൊരു ബേസിക് മോഡൽ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസൻറ്റിങ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ഡാറ്റ. അതിന് ഉപരി ഞങ്ങൾ ഈ സ്റ്റാളിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പലർക്കും അറിയില്ല സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്, പക്ഷേ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഫീൽഡിലാണെങ്കിലും ബിസിനസ് ഫീൽഡിലാണെങ്കിലും, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ സ്പോർട്സിലൊക്കെ ആണെങ്കിൽ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ടൈം സീരീസ് ഫോർകാസ്റ്റിംഗ് മേഖലയിൽ ഞങ്ങളുടെ ഒരു പ്രത്യേക ബ്രാഞ്ച് തന്നെ, ടൈം സീരീസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൈക്കോളജിയിലൊക്കെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് പോലെ പല ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യൂവിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ബ്രാഞ്ച് തന്നെ സ്റ്റാറ്റിൻ്റെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ലോട്ടറി മെത്തേഡിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിനെ ഏറ്റവും വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോ ആൻഡ് ത്രോ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, ഒരു ഗെയിം എക്സ്പീരിയൻസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റും അതിലുപരി സ്റ്റാറ്റിൻ്റെ ഏറ്റവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റോളിൽ കയറിയാൽ നിങ്ങളുടെ മൈൻഡ് ഏറ്റവും റിലാക്സ് ചെയ്യുന്ന പോലെ ഏറ്റവും സിമ്പിൾ, ഏതൊരു സാധാരണ മനുഷ്യനും കയറി ഏറ്റവും വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ
സ്റ്റാള് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ബയോസ്റ്റാറ്റിക്സും ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞ ഈ സ്റ്റാളിലെ പ്രോബബിലിറ്റി കോർണറിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തു. ഈ ഗെയിമിൻ്റെ പേര് മോണ്ടി ഹോൾ ഗെയിം എന്നാണ്. ഇവിടെ 6 ബോക്സസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നിൽ ഒരു ടോയ് കാർ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യുക. അതിൽ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രൈസ് കിട്ടും. നമുക്കൊരു സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്. സോ അവർക്ക് ഇഷ്ടമുള്ള ഒരു ബോക്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഈ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 ആണുള്ളത്. ഒരെണ്ണം ചൂസ് ചെയ്തു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 5-ൽ 4 എണ്ണം നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഗിഫ്റ്റ് ഇല്ലാത്ത 4. സോ ബാലൻസ് ഉള്ളത് ഈ 2 എണ്ണമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ സ്വിച്ച് ചെയ്യാം. എന്താ ചെയ്യുന്നത്? സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. സോ നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഗിഫ്റ്റ് ഇല്ല. ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ഒരു പക്ഷേ ഇതാണ് എടുക്കുന്നതെങ്കിൽ അവർ ജയിച്ചിരുന്നേനെ. നമ്മുടെ ഒരു ഗെയിമാണ്. എൻ്റെ പേര് മാജിക് സ്ക്വയേഴ്സ്. ഇതിൽ നമ്മുടെ ഡയഗണൽ സം, റോസം, കോളം സം എല്ലാം നമ്മൾ ഇതിനകത്ത് ഇഷ്ടംപടി സംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. എന്നിട്ട് ആ സമ്മാക്കി എടുക്കാം. ഡയഗണൽ, റോയ, കോളം എല്ലാം സമ്മാക്കുക. ടൈം ലിമിറ്റ് ഉണ്ട് 3 മിനിറ്റ്. 4x4 ആണെങ്കിൽ 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് പോകാം. ഇതിൽ ഇഷ്ടംപടി സംസ് ഉള്ള എല്ലാം 3x3 മെട്രിക്സിൻ്റെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഓക്കെ, നമുക്ക് 18 കിട്ടിയേക്കുന്നത്. നമ്മൾ നമ്മുടെ ഈ കട്ടയൊക്കെ വെച്ചിട്ട് സമ്മ് 18 കാണിക്കണം. റോസം, കോളം സം, ഡയഗണൽ സം. സോ 18. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗെയിമിൻ്റെ പേര് സ്പൈറൽ നമ്പേഴ്സ് എന്നാണ്. നമ്മൾ നമ്പേഴ്സിനെ 1 to 50 വരെയുള്ള നമ്പേഴ്സിനെ സ്പൈറൽ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം 2 ടീമായിട്ടാണ് കളിക്കുന്നത്. ഒരു ടീമിൽ 2 സ്റ്റുഡൻസ് വെച്ചു. ഒരാൾ നമ്മുടെ ഡൈസ് റോൾ ചെയ്യും. രണ്ടാമത്തെ ആൾ ഡൈസിൽ വീഴുന്ന ഔട്ട്കമ്മിൻ്റെ ബേസിസിൽ ഈ മാറ്റിലൂടെ മൂവ് ചെയ്ത് പോവും സ്പൈറൽ പാറ്റേണിൽ. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡൈസിൽ ഒരു ഓഡ് നമ്പർ വീഴുവാണെങ്കിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 1, 3, 5 വീണാൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ഗെയിം ബിഗിൻ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ മൂവ്മെൻറ്റ്സും നമ്മുടെ ഡൈസിൽ വീഴുന്ന ഔട്ട്കംസിൻ്റെ ബേസിസിൽ അത്രയും സ്റ്റെപ്സ് അഹെഡ് സ്പൈറൽ പാറ്റേണിൽ തന്നെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ റൂൾസ് ആയിട്ട് വരുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസിൽ ലാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ റോള് കൊടുക്കും. അതിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റിക്കേഴ്സ് ഒക്കെ പേസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 3, 16 അവിടെയൊക്കെ ഓരോ സർപ്രൈസസ് ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ ഒരു റിവാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടാസ്ക് ആയിരിക്കാം. ലാസ്റ്റ് 50ൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവരായിരിക്കും വിൻ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഡൈസ് റോൾ ചെയ്യുന്നു. ഓഡ് നമ്പർ വീഴുകയാണെങ്കിലാണ് സ്റ്റാർട്ട്. 5 ആണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാം. ഇനി നെക്സ്റ്റ് ടീം ഡൈസ് റോൾ. 2. ഓക്കെ, 6 സ്റ്റെപ്സ് അഹെഡ്. 7ൽ വരാം. 7. 4 plus. ടാസ്ക്. ഓക്കെ, 13 ഒരു ടാസ്ക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 27 കിട്ടും. എന്നാൽ ഞാൻ എത്ര? 30 സെക്കൻഡ്സ് ആണ് ടൈമുള്ളൂ. 18 ആണോ? അപ്പോൾ ഇവിടെ 18
18 ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് ജൽസയ്ക്ക് 18 സ്റ്റെപ്സിലേക്ക് മൂവ് ചെയ്യും. 18 സ്റ്റെപ്സോ? ഐ മീൻ 18 പൊസിഷനിലേക്ക്. ഇത് പൊസിഷൻ. നെക്സ്റ്റ് റോ. അവിടെ അഗെയിൻ ടാസ്ക് ആണ്. കഷ്ടമായി. അതായത് നമ്മൾ 3 നമ്പേഴ്സ് തരുന്നുണ്ട്. 2, 4, 7. നമ്മുടെ ടാർഗറ്റ് നമ്പറായിട്ട് നമ്മളൊരു നമ്പർ വെക്കുക 30. അപ്പം ഈ 3 നമ്പേഴ്സിനെ നമ്മൾ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വെച്ച് കറക്റ്റായിട്ട് ചെയ്താൽ 30 കിട്ടുമെന്ന് നോക്കണം. 2, 4, 7 ടാർഗറ്റ് നമ്പർ 30. നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തൊട്ടുള്ള ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ജസ്റ്റ് ഒന്ന് ചെയ്താൽ നമുക്ക് 30 കിട്ടും. 28 minus 2, which is 7 into 4 minus 2. 7 into 4, 4 into 7, 28. Plus 2, 30. ഓക്കെ, ഇപ്പോൾ ജഡ്ജ് ഇതിന് കറക്റ്റ് ആൻസർ പറഞ്ഞത് കാരണം നമ്മൾ എഗെയിൻ ഒരു ഡൈസ് റോൾ ചെയ്യാനുള്ള ചാൻസ് ഇവർക്ക് കൊടുക്കുകയാണ്. അത്രയും സ്റ്റെപ്സ് ഹെഡ് ഇവർക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ജഡ്ജ് ലാൻഡ് ചെയ്തേക്കുന്നത് 5ൻ്റെ ഒരു മൾട്ടിപ്ലൈ. എഗെയിൻ ചാൻസ് ഉണ്ട് റോൾ ചെയ്യാനായിട്ട്. എഗെയിൻ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതല്ലേ? ഓക്കെ ഓക്കെ. എഗെയിൻ ടാസ്ക് ആണ്. ഈ 47 എന്ന നമ്പറിലേക്ക് കറക്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 47ലേക്ക് ഡയറക്റ്റ് പോകും. എങ്ങനെ എടുക്കാമല്ലോ. ലാസ്റ്റ് ഇങ്ങനെ വന്നാൽ ഇവിടെ വരും. ഇതാണ് ട്വിസ്റ്റ്. ഓക്കെ ഓക്കെ. ഈ ജെൽസിലേക്ക് മൂവ് ചെയ്യാം. 1, 2, 3, 4. ഹാപ്പി. 3 steps. 4 ആവുന്നത്. അതാണ്. ഞങ്ങളുടെ ഗെയിമിൻ്റെ പേര് റിംഗ് ടോസ് അല്ലെങ്കിൽ ത്രോ ഇൻ ത്രോ. ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ 5 റിങ് നമ്മൾ 10 രൂപയ്ക്ക് 5 റിങ് കൊടുക്കും. അതിൽ ഏതെങ്കിലും 3 റിങ് ഒരു നമ്പറിൽ തന്നെ ഏതെങ്കിലും 3 റിങ് വീഴുകയാണെങ്കിൽ ജാക്ക് പോട്ട് കിട്ടും. ഇപ്പം 3 റിങ്ങും 2ലാണ് വീഴുന്നതെങ്കിൽ ക്യാഷ് പ്രൈസ് 50 രൂപയായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് നമ്പറിലാണോ 3 റിങ് വീഴുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒരു നമ്പറിൽ തന്നെ 2 റിങ് വീഴുവാണെങ്കിൽ 10 രൂപയ്ക്കാണ് അവർ റിങ് മേടിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഡബിൾ ആയിട്ട് 20 രൂപ തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഒരു നമ്പറിൽ ഒരു റിങ്ങേ വീണുള്ളെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഗെയിം.
ഓക്കെ, നമ്മുടെ ഒരു ക്വിസിൻ്റെ റൗണ്ടാണ്. നമ്മൾ 3 ലെവലായിട്ടാണ് വെക്കുന്നത്. ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. ബിഗിനറിൽ നമ്മൾ ഫസ്റ്റ് ഡൈ ത്രോ ചെയ്യും. 6 കിട്ടുന്ന ആളായിരിക്കും എൻട്രി ആവുക. ഇതിലെന്ത് വരുന്നുണ്ട് പ്രൈസ്? അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ബിഗിനർ ലെവലാണ്. അപ്പോൾ ഈ സ്പിന്ന് കറക്കുമ്പോൾ ഏത് നമ്പറിൽ വന്ന് നിൽക്കുന്നു നോക്കും. ത്രീയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ 3യുടെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. നമുക്ക് 6 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 എണ്ണത്തിൽ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ആൻസർ പറഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അടുത്ത എന്ത് പറഞ്ഞു കൂടി? അടുത്ത നമ്മുടെ ഈ ബലൂണിൻ്റെ സെക്ഷനാണ്. അതിലിഷ്ടമുള്ളൊരു ബലൂൺ പോപ്പ് ചെയ്യാം. ത്രീ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് 3യിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ എവിടെടി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പസിൽ സോൾവ് ചെയ്യാനാണ്. ഈ പസിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാത്തിനും 2 ആൻസർ ചെയ്യുക. ഫൈനലി നമ്മളിതൊരു പസിലാണ്. ഈ പസിലിൽ നമുക്കിതിനകത്ത് നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ നമ്പേഴ്സ് വെച്ച് റോ സമ്മും കോളം സമ്മും സെയിം ആവാൻ പാകത്തിന് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1 കൂടി കൊടുത്തു. കോർണറിൽ മറ്റേ വണ്ടി അങ്ങനെ 3 ബസ്സിൽ മണ്ണ് റോസമ്മും കോളസമ്മും മണ്ണായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കസീനോ റൗണ്ടിൽ ഞങ്ങളുടെ ഗെയിം. അപ്പോൾ ഇത് 0 to 36 നമ്പേഴ്സ് ഉള്ളൊരു വീലുണ്ട്. നമുക്ക് ഒരു ടേബിളും ഉണ്ട്. ഈ വീല് സ്പിൻ ചെയ്യുമ്പോൾ അതിന് ബോൾ ഇടാം. നിങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ബോൾ ഇടാം. ആ ബോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുക. അതാ ഗെയിം നമ്മുടെ വരുന്നത്. അപ്പോൾ ഇതിൽ 0 to 36 വരെയുള്ളതിൽ ആളുകൾക്ക് ബെറ്റ് വെക്കാം. 10 രൂപയാണ് ഞങ്ങൾ മേടിക്കുന്നത്. അതിലൊരാൾക്ക് ഒരു കോയിൻ കിട്ടും. അതെവിടെ വേണമെന്ന ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഒരാൾക്ക് വെക്കാം. ഇത് ഇൻസൈഡ് ബെറ്റ്സ് എന്നായിരിക്കും പറയുക. 0 to 36 വരെയുള്ളതിൽ എവിടെയെങ്കിലും വെക്കാം. അത് ഇൻസൈഡ് ബെറ്റ് ആയിരിക്കും. അതാണെങ്കിൽ ഇവർക്ക് ഈ ബോൾ ഇട്ടപ്പോൾ സ്പിൻ ചെയ്ത് നിന്നത് കറക്റ്റ് ഈ നമ്പറിൽ തന്നെ വന്നാൽ അവർക്ക് ഡബിൾ എമൗണ്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 20 റുപ്പീസ് അവർക്ക് കിട്ടും. ഇനി അതുപോലെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ ബെറ്റ് വെക്കാം. ഔട്ട്സൈഡ് ബെറ്റ്സ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൽ വെക്കാം. അതൊന്നെങ്കിൽ ഡസൺ ഫസ്റ്റ് 3 റോസ് 1 to 12 വരെയുള്ള നമ്പേഴ്സിൽ ബെറ്റ് വെക്കാം. അടുത്ത ഡസണിൽ 30 to 24 വെക്കാം. 25 to 36 വെക്കാം. അങ്ങനെ ഡസൺ ബെറ്റ്സ് വെക്കാം. അതുപോലെ തന്നെ കോളം ബെറ്റ്സ് ഉണ്ട്. അപ്പം ഓരോ കോളത്തിലെയും നമ്പേഴ്സിൽ വെക്കാം. C1, C2, C3 ഓരോ കോളത്തിലും വെക്കാൻ പറ്റും. ഈ കേസിൽ ഡസൺ ബെറ്റ്സിൻ്റെയും കോളം ബെറ്റ്സിൻ്റെയും കേസിൽ നമ്മൾ വെച്ചിട്ട് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 രൂപയായിരിക്കും കൊടുക്കുന്നത്. ഇൻറ്റു 1.5 ആയിരിക്കും ചെയ്യുന്നത്. അപ്പം 10 റുപ്പീസിന് കളിച്ചാൽ 15 രൂപ ഇവിടെ വെച്ചാൽ കിട്ടും. പിന്നുള്ളത് കുറച്ചുകൂടി ലാർജ് നമ്പേഴ്സിൽ വെക്കുക. അപ്പോൾ 1 to 18 വരെ ഉള്ളതിൽ വെക്കാം. അല്ലെങ്കിൽ ഈവൻ ഓർ ഓഡ് നമ്പേഴ്സ്, നമ്മുടെ വീട്ടിലെ നമ്പേഴ്സ് തന്നെ ഈവൻ ഓർ ഓഡ് ഉണ്ട്. അപ്പോൾ അത് വെക്കാം. അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ റെഡ് കളർ പാറ്റേൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ വെക്കാം. ഇപ്പോൾ ഇത്രയും എണ്ണത്തിൽ വെച്ച് കഴിഞ്ഞാൽ 13 രൂപയായിരിക്കും കിട്ടുന്നത് ഇവിടെ ബെറ്റ് അടിച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഗെയിം. ആരാ വാ.
ഇവൻ നമ്പർ ആയിരുന്നു ബെറ്റ് വെച്ച്, പക്ഷെ കിട്ടിയത് ഓടാണ്. സോ പൈസ. ഇതിൻ്റെ ഈ മെത്തേഡിൻ്റെ പേരൊരു ലോട്ടറി മെത്തേഡ് എന്നാണ്. ഇതിൽ നമ്മൾ 800 ലോട്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം തൊട്ട് 10 എണ്ണം വരെയുള്ള ലോട്ടറീസ് സെലക്ട് ചെയ്യാം. അതിൽ ആ ലോട്ടറീസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ 3 ബോക്സിൽ നിന്ന് ലോട്ട് എടുക്കും. ഇത് ആൽഫബറ്റ്സിൻ്റെ ബോക്സ്, ഇത് 2 നമ്പേഴ്സിൻ്റെ ബോക്സാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ വിൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ 1 രൂപ വെച്ചാണ് ലോട്ടറി കൊടുക്കുന്നത്. അപ്പം 1 രൂപയ്ക്ക് നമ്മൾ 2 രൂപ തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ നമ്പേഴ്സ് 2 ശരിയാണെങ്കിൽ അവർക്ക് 1 രൂപ തന്നെ തിരിച്ചു കൊടുക്കും. പത്തെണ്ണം വരെ. കുഴിക്കോ. ഓക്കെ, നമ്പേഴ്സ് നോക്കാം. ഫോറല്ല. ഓക്കെ, അടുത്ത കോയിൻ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് 8 വീഴാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, അതിനകത്ത് 8 വീഴാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. രണ്ടും കൂടി ഒരു HH വീഴാനുള്ള പ്രോബിലിറ്റി വന്നു, ഒരു HH വീഴാനുള്ള പ്രോബിലിറ്റി ഇത് രണ്ടും വേണമെങ്കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് റെഡി. റാൻഡം വോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സാണ്. ഇതെന്ന് പറയുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തന്നെ ഒരു സ്റ്റിൽ മോഡലായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അറ്റ് എ ടൈം 2 പേരാണ് കളിക്കുന്നത്. ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഓഡ് നമ്പേഴ്സ് വന്നാൽ അതിൽ ഫോർവേഡ് മൂവ്മെൻറ്റും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഇതിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിന് ഈക്വൽ പ്രോബബിലിറ്റി ആണെന്നാണ് ഇതിൻ്റെ ഫീച്ചർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ 1 വന്നിരിക്കുമ്പം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകും. ഇത് ഓഡ് നമ്പർ ആകുമ്പോൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് ബാക്ക്വേർഡ് തന്നെ വരും. ഫോർവേഡ് ഈവൻ ആണ്, ഒരു സ്റ്റെപ്പ് ബാക്ക്വേർഡ് പോകും. ഇത് ഈവൻ ആയതുകൊണ്ട് ബാക്ക്വേർഡ്, അത് ഓടായതുകൊണ്ട് പത്ത് ചാൻസസ്. ഇപ്പം 6 ആയി. ഇതില്ല, ആ മാക്സിമം വരുന്നയാൾ ജയിക്കും. 7 8 61 9 ഇപ്പോൾ 10 ചാൻസിൽ മാക്സിമം വന്നിരിക്കുന്ന ആൾ ജയിക്കും. ഇതാണ് നമ്മുടെ ലോട്ടറി മെഷീൻ. സോ നമ്മൾ ലോട്ടറി മേടിക്കുമ്പോൾ നമ്മുടെ വിന്നിങ് പ്രോബിലിറ്റി റാൻഡം ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഈച്ച് നമ്പേഴ്സും ഈക്വൽ പ്രോബിലിറ്റിയാണ്
ഇട്ടേക്കുന്നത്. ടോട്ടലി 6 സെറ്റ് ഓഫ് ബോൾസ് ഉണ്ട്. സോ ഈ ഓരോ ബോൾസിനും വീഴാനുള്ള പ്രോബിലിറ്റി, നമ്പർ വീഴാനുള്ള പ്രോബിലിറ്റി ഈക്വലാണ്. സോ ഈ മിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോട്ടറി മേടിക്കുമ്പോൾ നമ്മൾ വിൻ ചെയ്യാനുള്ള ഒരു മിഷൻ ഉണ്ടാവുമല്ലോ, അത് ജനറേറ്റ് ചെയ്യാനുള്ള മിഷൻ, അതിനൊരു ഡെമോ പീസായിട്ടാണ് നമ്മളിത് റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ പോർഷൻസ് റോൾ ആവും, അതിൽ നിന്ന് ബോൾസ് ഇങ്ങനെ താഴെ വീഴുന്ന ഒരു ജനറേറ്റ് ചെയ്യും, നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. ഇതാണ് ലോട്ടറി മിഷൻ. കുറച്ച് കൂട്ടിക്കോ 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 കുറച്ച് കുറച്ച് കുറച്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത നമ്പർ 765 ആണ്, 765 ആണ്. സോ ഇതാണ് ലോട്ടറി മിഷൻ. നെക്സ്റ്റ് നമുക്കൊരു ലക്കി ഡ്രോം കൂടി ഉണ്ട്. 1 റുപ്പിയാണ് ഇതിൻ്റെ ഫീ. 1 റുപ്പി വെച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ഓഫ് 9 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ പ്രൈസസ് ഉണ്ട്. സോ നമ്മൾ ഇതിൽ നിന്ന് ഒരു ബോൾ ജനറേറ്റ് ചെയ്യും. ലക്കി ആണില്ലേ നമുക്ക് നോക്കാം. കിട്ടിയിരിക്കുന്ന നമ്പർ 1 ആണ്. 1 മോർ ഡ്രോ. വീണ്ടും 1 ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 1 റുപ്പി ആണെങ്കിൽ 2 റുപ്പീസ് കിട്ടും. ഫസ്റ്റ് ഒരു ടാസ്ക് കൊടുക്കാം നമുക്ക്. ഇതാണ് പൈ ചാർട്ട്. അപ്പം ഇതിൽ റാൻഡമായിട്ട് നമ്മൾ ഡിഗ്രീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഈ കളർ ബേസ് ചെയ്തിട്ട്. ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്താൽ മതി. സോ ഇതിൽ ഓരോ കളേഴ്സിൻ്റെയും സ്പെസിഫിക് ഡിഗ്രീസ് ഉണ്ട്. ഇത് മൂവബിൾ ആണ്. ഇത് വെച്ച് നിങ്ങൾ മൂവ് ചെയ്ത് ഈ സെയിം ഡിഗ്രിയിൽ സെറ്റാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ലോട്ടറി മെഷീനാണ്. നമ്മൾ ലോട്ടറി എടുക്കാറുണ്ടല്ലോ, അപ്പം ലോട്ടറിയിൽ ഒരു മെഷീനല്ലേ ജനറേറ്റ് ചെയ്യുന്നത് വിന്നിങ് നമ്പറിനെ. അപ്പം ആ നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇത്. അപ്പം നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ എന്തെങ്കിലും തിങ്ക് ചെയ്തോ പറഞ്ഞാലും മതി. 369. ഓക്കെ, അപ്പം നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തോ, കൂട്ടിക്കോ, ഓൺ ചെയ്ത് ഓൺ ചെയ്ത് 3 ഡിജിറ്റ് വന്നോ? വന്ന് 366. അതെ, 993 ആണ് കിട്ടിയത്. 66. ഇത് 1 റുപ്പി ഇതുണ്ട്. വച്ച് കളിക്കുന്നുണ്ടോ? ഇപ്പൊ ലക്കിയാണല്ലേ നോക്കാം.
നമ്പർ 6 ആണ്. 1 more ഡ്രോ. ഒരു തവണ കൂടി നോക്കാം. Again 6 ആണ്. ഇല്ല, ഇത് 9. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, നമ്മൾ ഈ റിങ്സ് ഈ ഒരു ഇത് ടവർ ഓഫ് ഗെയിം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് റിങ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മുകളിലത്തെ പടത്തിൽ കാണുന്നത് 40 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ഓർഡറിലേക്ക് റിങ്സിനെ അറേഞ്ച് ചെയ്യണം. മാത്രമല്ല 2 റിങ്സ് ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. അറ്റ് എ ടൈം നമുക്ക് ഓരോ റിങ്സ് ഇങ്ങനെ മാറ്റാനേ പറ്റുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓർഡർ ഒന്നുമില്ല. 40 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ഓർഡറിലേക്ക് വരണമെന്നേ ഉള്ളൂ. എങ്ങോട്ട് വേണേലും റിങ്സ് മാറ്റാം. ഇങ്ങനെ വേണേ ഇടാം, ഇങ്ങനെ മാറ്റാം. എന്തിൻ്റെ മുകളിൽ, ചെറുതിൻ്റെ മുകളിൽ വലുതിട്ടാലോ വലുതിൻ്റെ മുകളിൽ ചെറുതിട്ടാലോ കുഴപ്പമില്ല. ഈ കമ്പിൽ ഇങ്ങനെ വരണം. റോസ് ടൈം കഴിഞ്ഞു. പക്ഷെ സാറ് ഇനി ഇവിടെ വയലറ്റ് വരും. ഉപയോഗിക്കാം, 2 കൈ ഉപയോഗിക്കാം. ഓറഞ്ച്. ഇനി ഇവിടെ യെല്ലോ, ഈ ബ്ലൂ. ഇനി ഈ ഒരു ഓർഡർ ആക്കണം. കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ഒരു ഓർഡർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഓർഡറിൽ ഒന്നെങ്കിൽ ഇതിലോ നമുക്ക് പ്ലേസ് ചെയ്യണം. അറ്റ് എ ടൈം നമുക്ക് ഒരെണ്ണേ മാറ്റാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം ഒരെണ്ണവേ ഇവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. ചെറുതിൻ്റെ മുകളിൽ വലിയത് വരാൻ പാടില്ല. റൂളാണ്. ചെറുതിൻ്റെ മുകളിൽ വലിയത് വരാൻ പാടില്ല. 2 മിനിറ്റാണ് ടൈം. സ്റ്റാർട്ട്. ഇത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അതിന് പറയുന്നതാണ് സ്ട്രൂട്ട് ടെസ്റ്റ്. ഇതിൽ നമ്മൾ കുറേ കളേഴ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ എഴുതിയ കളേഴ്സ് അല്ല വായിക്കേണ്ടത്. ഈ കളറ് എഴുതിയേക്കുന്നത് ഏതെങ്കിലാണോ അത് വായിക്കണം. ഫോർ എക്സാമ്പിൾ ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്ലൂ. അടുത്തത് റെഡ് എന്ന് വായിക്കരുത്, ഗ്രീൻ എന്ന് വായിക്കണം. ടൈമറുണ്ട്. 1 മിനിറ്റ് ടൈമിനുള്ളിൽ ഇത് ഫുള്ള് വായിച്ച് തീരണം. സ്റ്റാർട്ട്. ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, യെല്ലോ, ബ്ലൂ, റെഡ്, റെഡ്, യെല്ലോ, ഗ്രീൻ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഗ്രീൻ, യെല്ലോ, റെഡ്, റെഡ്, ബ്ലൂ, റെഡ്, ഗ്രീൻ, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, യെല്ലോ,
ബ്ലൂ, ഗ്രീൻ, റെഡ്, ബ്ലൂ. റെഡ്, ഗ്രീൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ എന്ന് പറഞ്ഞ ഒരു മെഷർ എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ മീഡിയൻ മോഡ് റേഞ്ച് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ലൈഫിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. ഇത് നമ്മുടെ ഫോട്ടോ ബൂത്താണ്. ഇതിൽ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസും കുറച്ച് ഇമേജസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഫസ്റ്റ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ ആയിട്ടുള്ള ഫ്രാൻസിസ് ഗാൾട്ടൺ ആൻഡ് ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന റൊണാൾഡ് ഫിഷർ. പിന്നെ ബയോസ്റ്റാറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്ന ജോൺ. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹൈറ്റ് മെഷർ ചെയ്യാണ്. ഹൈറ്റ് മെഷർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പകുതി നമ്മൾ ഈ ഹൈറ്റിനോട് കൂട്ടി അത്രയും സെൻറ്റിമീറ്ററാണ് നമ്മൾ ചാടി ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരാൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുക്കുന്നു 80 സെൻറ്റിമീറ്റർ. എന്നിട്ട് ആ 80 സെൻറ്റിമീറ്റർ നമ്മൾ 160 കൂട്ടുന്നു. അപ്പോൾ 240 സെൻറ്റിമീറ്റർ അയാൾ ചാടി ഈ സ്റ്റിക്കിനോട്ട് ഒട്ടിക്കണം. ആദ്യം ഹൈറ്റ് എടുക്കുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങണം. ചേർന്ന് 184 സെൻറ്റിമീറ്റർ 92 പകുതി 92 184 കൂടെ 92 കൂട്ടുന്നു. 276 സെൻറ്റിമീറ്റർ അയാൾ ചാടി പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്കിനോട്ട് കൊടുക്കുകയാണ്. അതല്ലേ 276 ഒട്ടിക്കേണ്ടിരുന്നത്. പക്ഷേ 262 ഒട്ടിച്ചത്. ഇതൊരു പ്രോബബിലിറ്റി ഗെയിംസിൻ്റെ അടിയിൽ വരുന്നൊരു ഗെയിമാണ്. നമുക്ക് 5 ബോളുണ്ട്. ഒരാൾക്ക് 5 ചാൻസ് കൊടുക്കും. 5 ചാൻസിൽ ഈ ബോൾ വീഴ്ചിട്ട് ഇവിടെ കുറേ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഈ പോയിൻറ്റ്സിൻ്റെ സം എടുക്കുമ്പം 20 ഓർ എബവ് വരുവാണെങ്കിൽ ആൾ ജയിക്കും. അങ്ങനെ 5 ചാൻസ് ഒരാൾക്ക് കൊടുക്കും. ഇവിടെ വെച്ചു 6 കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ സം 9 വന്നേക്കുന്നത്. അപ്പോൾ ജയിച്ചിട്ടില്ല. 20 ഓർ എബവ് വരുവാണെങ്കിൽ ജയിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഏതൊക്കെ ഫീൽഡ്സിൽ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. എപ്പിഡെമിയോളജി, ക്ലിനിക്കൽ ട്രയൽസ്, ജെനറ്റിക്സ് ആൻഡ് ജീനോമിക്സ്, പബ്ലിക് ഹെൽത്ത്, എക്കോളജി, വെറ്റിനറി സയൻസ് അങ്ങനെയൊക്കെ. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രാഫുകൾ വെറുതെ ചാർട്ടിൽ കാണിക്കാതെ ഒരു 3D വീഡിയോ ആയിട്ട് ഹോളോഗ്രാമിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ലക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. ഫസ്റ്റ് നമ്മളൊരു നമ്പർ ചൂസ് ചെയ്യണം. ഇപ്പം 4 ആണ് ചൂസ് ചെയ്തതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ വീൽ ഇങ്ങനെ സ്പിൻ ചെയ്യും. എന്നിട്ട് ബോൾ ത്രോ ചെയ്യും. അപ്പം 4 വരുന്നെങ്കിൽ ആൾ ജയിക്കും, ഇല്ലെങ്കിൽ ലോസ് ചെയ്യും.
ചേച്ചി. എപ്പിഡമോളജിയിലെ ഒരു കോൺസെപ്റ്റാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞ ഡിസീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓരോ എക്സാമ്പിൾ ഇവിടെ വെച്ചിരിക്കുന്നത്. എപ്പിഡമോളജിക്കൽ ട്രയാഡിൽ മെയിനായിട്ട് വെക്റ്റർ, ഏജൻറ്റ്, ഹോസ്റ്റ്, എൻവയോൺമെൻറ്റ് ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇവിടെ ഡെങ്കു ഫീവറിൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെങ്കു ഫീവർ കാരണമാകാവുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ മൊസ്കിറ്റോ, അതായത് ഈഡിസ് ഈജിപ്റ്റി മൊസ്കിറ്റോ എന്ന് പറയുന്നതിലൂടെയാണ് ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ആ ഡിസീസ് കാരണമാകുന്ന ഏജൻ്റാണ് ഡെങ്കു വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഡിസീസ് സ്പ്രെഡ് ആവാൻ നമ്മൾ എൻവയോൺമെൻറ്റിലൂടെ, അതായത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ, പ്ലാസ്റ്റിക്കുകൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ കൊതുകുകൾ മുട്ടയിടുന്നു. ആ മുട്ടയിട്ട് കൊതുകുകൾ സ്പ്രെഡായി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുന്നു. അങ്ങനെയാണ് ഡെങ്കു ഫീവർ കാരണമാക്കുന്നത്. ഇവിടുത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യർ, ഹ്യൂമൻ ബീങ്സ് ആണ് ഇവിടുത്തെ ഹോസ്റ്റ്. അതായത് ഈ പറയുന്ന മൊസ്കിറ്റോകൾ ഹ്യൂമൻ ബീങ്സിൽ വന്ന് ഇൻജെക്റ്റ് ചെയ്യുകയും അതിലൂടെ നമ്മൾ ഡെങ്കു ഫീവർ വരികയാണ് ചെയ്യുന്നത്. ഇതാണ് എപ്പിഡമോളജിക്കൽ ട്രയാഡ്. നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കോവിഡിൻ്റെ വാക്സിനേഷൻ പ്രിപ്പറേഷൻ സ്റ്റേജിലൊക്കെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിന് റോൾ ഉണ്ടായിരുന്നു. സോ ആ ടൈമിലൊക്കെ ഓരോ സ്റ്റേജുകൾ, വാക്സിൻ്റെ ട്രയൽ എടുക്കുന്നത്, അതുപോലെ അനാലിസിസ് നടത്തുന്നത്, അതുപോലെ അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത്, ഈ സ്റ്റേജിലൊക്കെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിന് നല്ലൊരു ആപ്ലിക്കേഷനാണുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മളിവിടെ കോവിഡിൻ്റെ പ്രെഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോവിഡ് പ്രിഡിക്ഷൻ്റെ കേസിൽ എല്ലാ ഡിസീസിനെ പോലെ തന്നെ കോവിഡിനകത്ത് നമുക്ക് 3 മാസത്തെ കേസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ജാനുവരി ടു മാർച്ച് 2020 കേസുകൾ നമ്മൾ എടുത്തിട്ട് ഏപ്രിൽ മാസത്തിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഡേറ്റുകളും ഉണ്ട്, അന്നേ ദിവസത്തെ ആ കൺഫേംഡ് കേസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡേറ്റയെ പ്രെഡിക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രഡിക്ഷൻ്റെ ടൈമിൽ എന്ന് പറയുന്നത് മാർച്ച് 23 തൊട്ട് ഏപ്രിൽ മാസത്തിലേത് നമ്മളിതുപോലെ ഫോർകാസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഏകദേശം ആ ഓറഞ്ച് ലൈനാണ് നമ്മുടെ പ്രഡിക്ഷൻ കാണിക്കുന്നത്. സോ ആ ടൈമിൽ ഏകദേശം എന്തോരം കേസുകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നേരത്തെ അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മെഡിസിൻ ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്തോരം ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ് എസ്റ്റിമേഷന് വേണ്ടി ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പം നമ്മൾ ടൈഗർ സെൻസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊക്കെ ആണെങ്കിലും. ഇപ്പം 2023 ടൈഗർ സെൻസസ് വന്നിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷൻ 2018 അപേക്ഷിച്ച് 2023 പോപ്പുലേഷൻ ടൈഗറിൻ്റെ പോപ്പുലേഷൻ കൂടിയെന്ന് പറഞ്ഞൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പം അതിനൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഇവിടെ ഞങ്ങൾ മോഡൽ ചെയ്തിരിക്കുന്നത്, ലൈൻ ട്രാൻസ്ഫെക്റ്റ് മെത്തേഡ്. ഇതെന്ന് പറയുന്നത് ഈ ഡേഞ്ചറസ് അല്ലാത്ത മൊബൈലായിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ആനിമൽസിൻ്റെ പോപ്പുലേഷൻ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ആണ് യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആക്ച്വലി ലൈൻ ട്രാൻസ്ഫെക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നൊരു ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മൾ ഡയറക്റ്റ് ഫോറസ്റ്റിൽ ചെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഓരോ സ്പീഷീസ് കൗണ്ടും. നമ്മൾ 2 ട്രാൻസെക്റ്റാണ് ഈ ഒരു മോഡലിനകത്ത് ഉണ്ടാക്കിയേക്കുന്നത്. ഓരോ ട്രാൻസെക്റ്റിലും ആക്ച്വലി ഇമാജിനറി ട്രാൻസെക്റ്റ് ആണ്. ഓരോ ട്രാൻസെക്റ്റിലും 2 ഇൻഡിവിജ്വൽസ് വെച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ, അതിൻ്റെ ബാക്കിൽ അടുത്ത ഇൻഡിവിജ്വൽ. എന്നിട്ട് ഈ സപ്പോസ് ഫസ്റ്റ് നിൽക്കുന്ന ഇൻഡിവിജ്വൽ ഒരു സ്പീഷീസിനെ നോട്ട് ചെയ്യാണ്. ഇപ്പോൾ സപ്പോസ് ഗൊറില്ലേനെ നോട്ട് ചെയ്യുവാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ നിന്ന് ആ ഗൊറില്ല വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ റേഞ്ച് ഫൈൻഡർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആംഗിളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡിസ്റ്റൻ്റായിട്ടൊരു സ്പീഷീസ് ആണെങ്കിൽ ലയനൊക്കെ അങ്ങ് ഇച്ചിരി ഡിസ്റ്റൻ്റ് ആയിട്ടാണ്, അതിനുവേണ്ടി നമ്മൾ ബൈനോക്കുലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്പീഷീസിനെയും ഈ മെത്തേഡ് യൂസ് ചെയ്ത് നോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്തൊരു നോട്ട് പാഡിൽ നോട്ട് ഔട്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ ലാസ്റ്റായിട്ടൊരു സോഫ്റ്റ്വെയറിൽ നോട്ട് ചെയ്ത് അനലൈസ് ചെയ്ത് സ്പീഷീസ് കൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു മോഡലിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഒരു ഗെസ്സിങ് ഗെയിമാണ്, ഗെസ്സിങ് ദ ഡിസീസ്. ഇതിനകത്ത് നമ്മൾ കുറേ ഇമോജീസ് അല്ലെ ഇമേജസ് വെച്ച് ഓരോ ഡിസീസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡയറക്റ്റ് ആ ഡിസീസിൻ്റെ വേർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വേർഡ് പ്ലേ. അപ്പോൾ നമ്മൾ ഗെസ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യട്ടെ. 10 സെക്കൻഡ് ഉണ്ട്, 4 ചാൻസ്. ഈ 2 ഇമേജസ് ഏത് ഡിസീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആലോചിക്കണം. ക്യാൻസർ. ആൻസർ കറക്റ്റാണ്. ഇത് അടുത്ത ഓപ്ഷനാണ്. 10 സെക്കൻഡ് ഉണ്ട്. 10 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ പോസ് ചെയ്യാം. ഏതാ? ആ
ആ വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ആ വേർഡ് തന്നെ എൻ്റെ കൂടെ മാച്ച് ചെയ്യണമെന്നില്ല, ഒരു ഐഡിയ ആണ്. സ്പാനിഷ്. റൈറ്റ് ആൻസർ സ്പാനിഷ് ഫ്ലൂ. അടുത്തത് ഗ്യാസ് ട്രബിൾ. രണ്ടുപേര് ഒരുമിച്ച് കളിക്കുന്ന ഒരു പ്രോബിലിറ്റി ഗെയിമാണ് ഗെയിം ഓഫ് വൈപ്പ് ഔട്ട്. ഇതിൽ പ്ലെയർ 1ഉം പ്ലെയർ 2ഉം 2 തൊട്ട് 12 വരെയുള്ള 5 നമ്പേഴ്സ് റാൻഡമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഈ ഇവർ എഴുതിയ നമ്പർ ഇവരെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് 5 നമ്പേഴ്സ് എഴുതി രണ്ടുപേരും ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യും. അപ്പോൾ ഇത് 4 + 2 6 വന്നു. അപ്പോൾ 6 ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്യാം. അങ്ങനെ 10 ചാൻസിനുള്ളിൽ എല്ലാ നമ്പേഴ്സും വൈപ്പ് ചെയ്ത് കഴിയുന്ന ആൾ ജയിക്കും. ഒരുമിച്ച് ത്രോ ചെയ്യാം. 8 5 ഇല്ല 5 ഇല്ല ഇല്ല 3 ചാൻസ് പിന്നെ 5 ലാസ്റ്റ് ചാൻസ് ആണ്. ഇല്ല ഗെയിമാണ്. സോ നമ്മുടെ ഗെയിമിൻ്റെ പേര് ഹെക്സഗ്രം റൗണ്ട് ടേബിൾ എന്നാണ്. ഇതൊരു മാത്തമെറ്റിക്കൽ ഗെയിമാണ്. നിങ്ങൾക്ക് ആദ്യം 3 ഓപ്പറേറ്റേഴ്സ് തരുന്നതായിരിക്കും, അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും. പിന്നീട് നിങ്ങൾക്കൊരു 4 നമ്പേഴ്സ് തരുന്നതായിരിക്കും. അതിലൊരു നമ്പർ ഒരു സീക്രട്ട് നമ്പർ ആയിരിക്കും. ഈ സീക്രട്ട് നമ്പർ നിങ്ങൾ ആരെയും കാണിക്കാൻ പാടില്ല, നിങ്ങൾ മാത്രമേ കാണുള്ളൂ. എന്നിട്ട് നിങ്ങളത് കീപ്പ് ചെയ്ത് വെക്കണം. ഈ 4 നമ്പേഴ്സും 3 ഓപ്പറേറ്റേഴ്സും വെച്ച് നിങ്ങളൊരു സീക്വൻസ് ഫോം ചെയ്യും, മാത്തമെറ്റിക്കൽ സീക്വൻസ്. അതിൻ്റെ സീക്വൻസിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് ക്ലോസർ ടു 1 അല്ലെങ്കിൽ ക്ലോസർ ടു 20 ആയിരിക്കും. ഏറ്റവും ക്ലോസസ്റ്റ് ടു 1ഉം അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് ടു 20 ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് റൗണ്ട് 2ലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ഇതിപ്പം 6 പേരുണ്ട്. 6 പേരിൽ 2 പേരെ സെലക്ട് ചെയ്യും. ഒന്നെങ്കിൽ ക്ലോസസ്റ്റ് ടു 20 ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ടു 1 ആയിരിക്കും. ഈ 2 പേരെ റൗണ്ട് 2ലേക്ക് കൊണ്ടുപോകുന്നു. റൗണ്ട് 2ൽ ഇതിലും പിന്നെ ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഏറ്റവും ക്ലോസ് അപ്രോക്സിമേഷൻ, ലൈക്ക് ഇപ്പം ക്ലോസസ്റ്റ് ടു 20 ആണ് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ടു 1, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരാണോ അവരെ നമ്മൾ വിജയമായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതാണ് നമ്മുടെ ഗെയിം കേട്ടോ. ആദ്യമേ 3 ഓപ്പറേഷൻസ് തരുവാണ് ചെയ്യുന്നത്, ഡിവിഷനും സബ്സ്ട്രാക്ഷനും അഡീഷനും. പിന്നീട് 4 റാൻഡം നമ്പേഴ്സ് കൊടുക്കുവാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്ലോസസ്റ്റ് ടു 20 എത്തിക്കാൻ നോക്കും, അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ടു 1 എത്തിക്കാൻ നോക്കും. ഇതാണ് നമ്മുടെ ഗോള്. നമുക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കൃത്യം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 2.33 ആണ്. അപ്പം മറ്റൊരാളിനോട് കളിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്നെക്കാളും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തോക്കും, കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. സോ ഇവിടെയാണ് ആ കളി നടക്കുന്നത്. ഇവിടെ 6 പേരിരിക്കും. 6 പേരിൽ ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന ആരോ അവരായിരിക്കും കളി ജയിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 റൗണ്ട്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേനും 1നോട് 20യോടെ ഏറ്റവും അടുത്ത് വരുന്നവരായിരിക്കും കളി ജയിക്കുന്നത്. ഇതാണ് ശരി. ഞങ്ങളൊരു കളിക്കാൻ നേരത്ത് ഒരു ക്യാസിനോ വൈബ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു മ്യൂസീഷ്യനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബ്രില്ലി ഞങ്ങളുടെ മ്യൂസീഷ്യനാണ്.
ഇതിപ്പം ഷേപ്പ് അപ്പ് എന്നുള്ളൊരു പസിലാണ്. ഇവിടെ 4 ഗെയിംസ് വരുന്നുണ്ട്. ഈ 4 ഗെയിംസ് ഒരു സെറ്റായിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഉണ്ട്. ഫസ്റ്റത്തേന്ന് പറയുമ്പം ഇത് ടോട്ടൽ 9 ബോൾസ് ഉണ്ട്. ഇത് ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. 4, 3, 2, 1. ഇതിനെ അസെൻഡിങ് ഓർഡറിലാക്കണം. നമുക്കുള്ള ഒരേ ഒരു ചോയ്സ് ഒരു ബോൾ എടുത്ത് എവിടേക്കെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളൂ. അങ്ങനെ ഇത് 1, 2, 3, 4 എന്ന ഓർഡറിലാക്കണം. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗെയിം ഫിനിഷായി. നെക്സ്റ്റ് ഈ സം ശരിയാക്കണം. ഒരു പെണ്ണെടുത്ത് മാറ്റി വെക്കാനുള്ള ചോയ്സേ നമുക്കുള്ളൂ. അതാണ് ഈ ഗെയിം. ഇതിപ്പോൾ ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പാണ്. ഈ കോയിൻ നമുക്ക് ഇവിടുന്ന് മാറ്റാനുള്ള ചോയ്സ് ഇല്ല. ഈ പെൻറ്റഗണിലെ 3 സ്റ്റിക്ക് നമുക്ക് മാറ്റി വെക്കാം. 2 സ്റ്റിക്ക് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഈ കോയിൻ പെൻറ്റഗണിൻ്റെ അകത്തായിരിക്കണം. ഇത് ടോട്ടൽ 4 ആരോസ് ഉണ്ട്. ഈ 4 ആരോസ് ഒരു ഷേപ്പിൽ വെക്കുമ്പോൾ നമുക്ക് 5ാമതൊരു ആരോ കിട്ടണം. എണ്ണുമ്പോൾ ടോട്ടൽ 5 ആരോസ് ഉണ്ടാവണം. ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പാർട്സ് ആയിട്ട് ഇതിനെ ഇരിക്കുക. അപ്പോൾ ഇതിനെ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്ത് പസിൽ കംപ്ലീറ്റ് ആക്കുക. സർക്കിളും ഉണ്ട്, ട്രയാങ്കിളും ഉണ്ട്. മൗസിനെ പിടിക്കാന്നുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന ആൾ നമ്മൾ മൗസായിട്ട് നിൽക്കും. വരുന്ന ആൾക്ക് നമ്മൾ പൂച്ചേനെ കൊടുക്കുകയാണ്. 7 റൺസിനുള്ളിൽ നമ്മൾ പൂച്ചേനെ ചേസ് ചെയ്യുക, എലീനെ ചേസ് ചെയ്യണം. നമുക്ക് ഒരു എഡ്ജ് ഒരു ടൈം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഗെയിം. ഈ ഗെയിമിൽ നമ്മൾ 3 കളർ ടോയിന് തന്നിട്ടുണ്ട്. 3 കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണം. പക്ഷെ ജോയിൻ ചെയ്യിക്കുമ്പോൾ ത്രെഡ്സ് തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. ഈ മാർജിൻ്റെ അകത്തൂടെ തന്നെ ഇത് ജോയിൻ ചെയ്യിക്കാമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് റൂൾസ് അത്രയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, ത്രെഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള 2 റൂൾസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് 9 സ്മൈലീസ് ഉണ്ട്. ഇതിനെ നമ്മൾ അകത്ത് 2 സ്ക്വയേഴ്സ് മാത്രം ഉപയോഗിച്ച് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ടാസ്ക്. നമ്മുടെ 1 to 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അടുത്ത് വരാതെ നമ്മളിത് അറേഞ്ച് ചെയ്യണം. ഇപ്പം ഇവിടെ 6 വന്നാൽ ഇവിടെ 7 വരാൻ പാടില്ല, ഇവിടെ 7 വരാൻ പാടില്ല. അങ്ങനെ ഇത് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അടുത്ത് വരാതെ നമ്മൾ 1 to 9 നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ്. 1 to 7 നമ്മുടെ ഈ 1 to 7 കോയിൻസ് ഉണ്ട്. ഈ കോയിൻസ് ഉപയോഗിച്ച് ഇത്രോ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് 100 സംസ് കിട്ടണം. സ്കോർ 100 കിട്ടണം. ഈ കോയിൻസ് 7 എണ്ണം വേണമെങ്കിൽ യൂസ് ചെയ്യാം, 7 എണ്ണം യൂസ് ചെയ്യാതെ ഇരിക്കാം. ഒരു കോയിൻസ് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിതെല്ലാം കൂടെ ഈ നമ്പർ വെച്ച് കൂട്ടുമ്പോൾ 100 കിട്ടണം. നമ്മുടെ ഈ 1 to 9 ബ്ലോക്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഡയഗണലി കൂട്ടിയാലും റോ വൈസ് കൂട്ടിയാലും കോളം വൈസ് കൂട്ടിയാലും നമുക്ക് സെയിം സമ്മ് കിട്ടണം. അങ്ങനെ അറേഞ്ച് ചെയ്യണം. എങ്ങനെ കൂട്ടിയാലും നമുക്ക് സെയിം സമ്മ് കിട്ടുന്ന പോലെ അറേഞ്ച് ചെയ്യണം. ഇതൊരു പസിൽ കോർണറാണ്. ഇതിൽ നമ്മൾക്ക് ഒരു നമ്പർ കണ്ടുപിടിക്കാനുള്ള ആണ്. അതിനൊരു പ്രത്യേകിച്ചൊരു ഓർഡറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇതിലും ഒരു പ്രത്യേക പാറ്റേൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ പാറ്റേൺ വെച്ചിട്ട് ഈ നമ്പർ കണ്ടുപിടിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഫിൽ ദ കപ്പ്. ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് ഏത് കപ്പാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകിച്ച് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം റോങ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ ടൈമാണ്, ക്ലോക്കിൻ്റെ ടൈമാണ് ഡിഫറൻസ്. ആ ഒരു ഇതിൽ ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ റോങ് ആയിരിക്കും. ഇത് നമ്മൾ ഈ കണ്ണാടി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് പല പല ഷേപ്പുകൾ ഇതിലൂടെ കാണാൻ പറ്റും. പല പല ഷേപ്പുകൾ മാറി മാറി കാണാൻ പറ്റും. ഇതിനനുസരിച്ച് ഈ ഫിഗറിൻ്റെ സൈഡുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് മുത്തുകൾ ഇടുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് അഴിച്ചെടുക്കണം. ഈ കെട്ട് ശരിയായ രീതിയിൽ അഴിക്കാണ്ട് ഇങ്ങനെ വളച്ചും തിരിച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വളകൾ ഇതിനകത്തുനിന്ന് മോചിപ്പിച്ചെടുക്കണം. ഇപ്പോൾ 2 ഗേറ്റുകളുണ്ട്. ഏതോ ഒരു ഗേറ്റിൻ്റെ പുറകിൽ റാണി നിൽപ്പുണ്ട്. അപ്പം 2 ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ 2 ഭടന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു ഭടൻ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ, ഒരു ഭടൻ എപ്പോഴും കള്ളം മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരാളോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കറിയാൻ പറ്റണം ഏത് ഗേറ്റിൻ്റെ പുറകിലാണ് റാണി ഉള്ളതെന്ന്. എയും ബിയും ഉണ്ട്. ഒരാൾ നൈറ്റും ഒരാൾ നേവും ആയിരിക്കും. നൈറ്റ് എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ, നേവ് എപ്പോഴും കള്ളം മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് 2 ക്ലൂസ് വന്നിട്ടുണ്ട്. ആ 2 ക്ലൂസ് ഉപയോഗിച്ചിട്ട് ഏതാണ് നൈറ്റ് ഏതാണ് നേവ് നമ്മൾ കണ്ടുപിടിക്കണം. 4 ചോദ്യം അങ്ങനെ തന്നെ.
9 ഡോട്ടുകളുണ്ട്. 4 സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് എല്ലാ ഡോട്ടിനെയും നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കണം. കൈ എടുക്കാണ്ട് വരയ്ക്കണം. 4 സ്ട്രെയിറ്റ് ലൈൻ. എല്ലാ ഡോട്ടിനെയും യോജിപ്പിക്കണം. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് 2 ഹൈറ്റും സൈഡും കൊടുത്തിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ 101 കോയിൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 101 കോയിൻസിൽ ഒരു കോയിൻ മാത്രം വ്യാജമാണ്. അതായത് ബാക്കി 100 കോയിൻ്റെ ഭാരം ഒന്നായിരിക്കും. ഒരൊറ്റ കോയിൻ്റെ ഭാരം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്കൊരു ത്രാസ് തന്നിട്ടുണ്ട്. 2 തവണ അളക്കാം. ആ 2 തവണ അളന്നുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം ആ വ്യാജ കോയിൻ്റെ ഭാരം കൂടുതലാണോ കുറവാണോ എന്ന്. വ്യാജ കോയിൻ കണ്ടുപിടിക്കേണ്ട. ഇതാണ് സെനോസ് പാരഡോക്സ്. ഈ പാരഡോക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആമയ്ക്ക് നമ്മളൊരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പം ഇത് കുറച്ച് മുന്നിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ആമയ്ക്ക് പോകാനൊരു കുറച്ച് സമയം എടുക്കും. ഇതിന് സഞ്ചരിക്കാൻ ഒരു സ്പീഡുണ്ട്, ഇതിനൊരു സ്പീഡുണ്ട്. അപ്പം ഈ ആമ നിൽക്കുന്ന പൊസിഷനിലേക്ക് ഈ മുയലിന് വരാൻ ഒരു സമയം എടുക്കുമല്ലോ. ആ സമയത്ത് തന്നെ പക്ഷേ ആമ മൂവ് ചെയ്യും. അപ്പം വീണ്ടും മുയലിന് വരാനൊരു സമയം എടുക്കും. അന്നേരം വീണ്ടും ആമ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഇവർ തമ്മിൽ അടുക്കുകയോ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുകയില്ല മുയലിന്. അതാണ് പാരഡോക്സിൽ പറയുന്ന കാര്യം. ഈ പാരഡോക്സ് അനുസരിച്ച് ജയിക്കുന്നത് ആമയാണ്, പക്ഷേ ശരിക്കും ജയിക്കേണ്ടത് മുയലാണ്. ഇത് ബാർബേഴ്സ് പാരഡോക്സ് അല്ലെ റസൽസ് പാരഡോക്സ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു വില്ലേജിൽ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടാവും, അവിടെ ഒരു ബാർബറും ഉണ്ട്. ബാർബറിന് 2 റൂൾസ് ഉണ്ട്. സ്വയം ഷേവ് ചെയ്യാൻ അറിയാൻ മേലാത്തവരെ മാത്രമേ ബാർബർ ഷേവ് ചെയ്യുള്ളൂ. സ്വയം ചെയ്യാൻ അറിയാവുന്നവരെ ചെയ്യത്തുമില്ല. പിന്നെ ഈ വില്ലേജിൽ ഒരു റൂളെന്ന് പറയുന്നത് എല്ലാ വില്ലേജസും ക്ലീൻ ഷേവ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാർബറെ ആര് ഷേവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ബാർബർ സ്വയം ഷേവ് ചെയ്താൽ അത് ചെയ്യാൻ അറിയാവുന്നവരെ ചെയ്യത്തില്ല എന്നുള്ളതിനുള്ളൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് മാറും. ഇനി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വില്ലേജിലെ എല്ലാവരും ക്ലീൻ ഷേവ് ആയിരിക്കണം എന്നുള്ള ആ റൂളിന് കോൺട്രഡിക്ഷനാവും. അതായത് ഒരു സെറ്റ് എസ് ഓഫ് സെൽഫ് ഷേവിങ് പേഴ്സൺസ് ഇൻ ദ വില്ലേജ് എടുത്താൽ അതിൽ ബാർബർ ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ഇൻക്ലൂഡഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ ഈ പാരഡോക്സിൽ നിന്നാണ് റസൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് ഉണ്ടാക്കിയത്. ഇതാണ് റസൽസ് പാരഡോക്സ്. ഇതാണ് ഇൻഫിനിറ്റ് ഹോട്ടൽ പാരഡോക്സ്. ഇത് ഒരു ഇൻഫിനിറ്റ് ഹോട്ടലാണ്, ഹിൽബർട്ട്സ് ഗ്രാൻഡ് ഹോട്ടൽ. ഈ ഹോട്ടലിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്. ഈ റൂംസിൽ എല്ലാ റൂംസും ഒക്കുപ്പൈഡ് ആണ്. ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോട്ടലിലേക്ക് പുതിയൊരാൾ താമസിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതായത് ഇങ്ങനെ ഒരാൾ ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യിപ്പിക്കും എന്നാണ് ഈ പാരഡോക്സിൽ പറയുന്നത്. നമുക്കിത് കാണുമ്പം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാർ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പുതിയൊരാൾ വരുമ്പം അത് ഉറപ്പായിട്ട് ഇൻഫിനിറ്റിക്ക് ഉള്ളിലല്ലേ പെടുള്ളൂ. അപ്പോൾ അയാൾക്ക് ഇവിടെ എന്തായാലും താമസിക്കാൻ സ്ഥലം കൊടുക്കണമല്ലോ. അതെവിടെയാണെന്ന് പറയുന്നതാണ് ഹിൽബർട്ട്സ് ഗ്രാൻഡ് ഹോട്ടൽ പാരഡോക്സ്. ഇത് പൊട്ടറ്റോ പാരഡോക്സ് ആണ്. അതായത് ഒരു ചാക്കിൽ 100 കിലോഗ്രാം പൊട്ടറ്റോ ഉണ്ടാവും. അതിൽ 99% വാട്ടർ ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 99% വാട്ടർ കണ്ടിട്ട് 98% ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പൊട്ടറ്റോയുടെ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. താഴെ കാണുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്സാണ്. 1, 2, 3, 4 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അതിൻ്റെ മുകളിൽ കാണുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ്. 1, 4, 9, 16. നമ്മളിത് കാണുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ് ആണല്ലോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എന്ന് പറയാം. സോ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വിചാരിക്കുക കൂടുതൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നായിരിക്കും പറയാം. കാരണം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് വരുമ്പം സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ അവിടെ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത എലമെൻറ്റ് വരുന്നത് 4 ആണ്. നാച്ചുറൽ നമ്പേഴ്സിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ 2 എലമെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ഗലീലിയോ പ്രൂവ് ചെയ്തു ഇത് രണ്ടും ഇൻഫിനിറ്റ് സെറ്റ്സ് ആണ്. ഗലീലിയോ പ്രൂവ് ചെയ്തു 2 സെറ്റ്സിൻ്റെയും എലമെൻറ്റ്സിൻ്റെ എണ്ണം സെയിം ആയിരിക്കുമെന്ന്. കാരണം നാച്ചുറൽ നമ്പറിൽ 1 വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സ്ക്വയേഴ്സിൽ കാണും. നാച്ചുറൽ നമ്പറിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ക്വയേഴ്സിൽ 4 ഉണ്ട്. നാച്ചുറൽ നമ്പറിൽ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്ക്വയേഴ്സിൽ 9 ഉണ്ട്. അങ്ങനെ നാച്ചുറൽ നമ്പറിൽ ഏത് എലമെൻറ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എലമെൻറ്റ് നമുക്ക് സ്ക്വയേഴ്സിൻ്റെ സെറ്റ്സിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് രണ്ടും തമ്മിലൊരു 1-1 കറസ്പോണ്ടൻസ് വരുന്നത് കൊണ്ട് 2 ഇൻഫിനിറ്റീസും ഈക്വൽ ഇൻഫിനിറ്റീസ് ആണ്. ഇതൊരു ചോക്ലേറ്റ് ബാറാണ്. സോ നമ്മളിപ്പോൾ ഒരു മഞ്ചാണെന്ന് വിചാരിക്കാം. ഈ മഞ്ചിൻ്റെ ഹാഫ് ഞാൻ കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ചോക്ലേറ്റിൻ്റെ ഹാഫ് പോർഷൻ ഇപ്പോൾ റിമൈനിങ് ആണല്ലോ. ഇനി ആ ഹാഫിനെ ഞാൻ ഒന്നും കൂടെ ഹാഫാക്കി. ഇപ്പോഴും ആ ഫുൾ ചോക്ലേറ്റിൻ്റെ 1/4 ഭാഗം ബാക്കി വരും. അതിനെ എനിക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴും 1/8 ഭാഗം
ബാക്കി വരും. അങ്ങനെ നമുക്ക് ഈ ചോക്ലേറ്റിനെ 1/2, 1/4, 1/8, 1/16, 1/32, 1/64 എന്ന് പറഞ്ഞിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അത് കുഞ്ഞായി വരുന്നു എന്നല്ലാതെ അതൊരിക്കലും തീരത്തില്ല. അതാണ് ഇൻഫിനിറ്റ് ചോക്ലേറ്റ് പാരഡോക്സ്. സോ ഒരു ചോക്ലേറ്റിന് നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷൻ മാത്സിലെ ഒരു കൺസെപ്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്പിയറിലെ പോയിൻറ്റ്സിനെ എല്ലാത്തിനെയും നമുക്കൊരു പ്ലെയിൻ സർഫസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് ലൈറ്റ് വെച്ച് നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കിന് എല്ലാം നമുക്കിവിടെ ഒരു ലൈൻ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പോയിൻറ്റ്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് ഈ പ്ലെയിനിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെയും നമ്മൾ ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുമ്പം നമുക്ക് അവിടെ ഒരു പ്ലെയിൻ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തമ്മിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടിട്ട്? ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം പ്രൊജക്റ്റ് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആർക്കുകളെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടി. പക്ഷേ അവിടുത്തെ ഷേപ്സ് എല്ലാം അതേപടിയാണ് നമ്മൾ കാണുന്നത്. സർക്കിൾസ് എല്ലാം സർക്കിളായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ റീസൺ ഇതിലെ ആർക്കെല്ലാം നോർത്ത് പോളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർട്ടോഗ്രഫിയിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഗ്ലോബിനെ നമുക്ക് മാപ്പാക്കുന്നത് ഈ ഒരു സ്റ്റീരിയോഗ്രാഫി പ്രൊജക്ഷൻ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെയും ഈ ലൈൻസ് എല്ലാം നോർത്ത് പോളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ഗ്ലോബിനെ ഇങ്ങനെ മാപ്പായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഷേപ്പ് സർഫസിനെ നമ്മളൊരു 3D ഷേപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മളൊരു ക്യൂബ് എങ്ങനെയാണ് ഒരു 2D സർഫസിൽ നിന്ന് ക്യൂബ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമ്മൾ വലിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു ക്യൂബ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഒരു ക്യൂബല്ലേ. അതുപോലെ തന്നെ ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ 2 സർക്കിളും ഒരു റെക്റ്റാങ്കിളും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സിലിണ്ടർ ഫോം ചെയ്യാൻ പറ്റും. ഒരു സിലിണ്ടറിൻ്റെ ഫോം വരും. അതുപോലെ തന്നെ പ്രിസം എങ്ങനെ ഫോം ചെയ്യുമെന്ന് ചോദിച്ചാൽ 3 റെക്റ്റാങ്കിളും 2 ട്രയാങ്കിളും കൂടി ചേരുന്നതാണ് ഒരു പ്രിസം. അതുപോലെ ഒരു കോൺ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ, ഒരു സർക്കിളും ഒരു സെക്ടറും കൂടി ചേർന്നാണ് ഒരു കോൺ ഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സർഫസ് ഏരിയ ആണ് നമ്മളിവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 6 സ്ക്വയേഴ്സ് ആഡ് ചെയ്യുന്നതാണ് ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A². അങ്ങനെ 6 സ്ക്വയർ വരുമ്പോൾ 6A² ആവും. അതുപോലെ ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എടുക്കുമ്പോൾ സിലിണ്ടറിൻ്റെ 2 സർക്കിൾ വരുന്നുണ്ട്, ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr². 2 സർക്കിൾ വരുന്നതുകൊണ്ട് 2πr² വരും. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ശരിക്കും ഈ സർക്കിളിൻ്റെ തന്നെ പെരിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ ലെങ്ത്തിന് നമുക്ക് 2πr ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് h. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കുമ്പോൾ 2πr² + 2πrh എന്ന് വരും. ഇനി ഒരു പ്രിസം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്, 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ എടുക്കുമ്പോൾ S1L, S2L, S3L വരും. കാരണം ഈ ലെങ്ത്ത് ഇതിന് 3നും കോമൺ ആണ്. ഈ സൈഡ്സ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടി സം എടുക്കും. പിന്നെ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കും. ഹാഫ് BH + ഹാഫ് BH എടുക്കുമ്പോൾ BH വരും. ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ S1 + S2 + S3 + S3 × L + BH എന്ന് ടോട്ടൽ ഏരിയ വരും. ഇനി ഒരു കോൺ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr². സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πrl ആണ്. L എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് ആണ്. അതുപോലെ R എന്ന് പറയുന്നത് ഈ സർക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് ആണ്. അതിൻ്റെ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ ഈ കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr² + πrl വരും.